ഗൾഫ് സംഘർഷത്തിലേക്ക് തന്നെയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു, കൂടുതൽ വ്യാപ്തിയിലേക്ക് കടക്കുന്ന കാഴ്ചയാണ്. UAEക്ക് നേരെ 4ാം ദിവസവും ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. കൂട്ട മിസൈൽ ആക്രമണത്തെ ശക്തമായി നേരിടുകയും ചെയ്തിട്ടുണ്ട് UAE സേന. ആക്രമണം നേരിടാൻ സുസജ്ജമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അബുദാബിയിലും ദുബായിലും സ്ഫോടന ശബ്ദമുണ്ട്. സേന ജാഗ്രതാ നിർദ്ദേശം നൽകി. UAEയിലെ പ്രധാന വിമാനത്താവളങ്ങളെല്ലാം ഇന്നു മുതൽ ഭാഗികമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി MCA നാസറാണ് ചേരുന്നത്. MCA, ഗൾഫ് മേഖലകളിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണോ ഇറാൻ ചെയ്യുന്നത്? UAEയിൽ എവിടങ്ങളിലൊക്കെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായത്? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഇന്നലെ പകൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകളാണ് പല ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇന്നലെ രാത്രി ഉണ്ടായത്. നിരവധി തവണ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടന്നു. പക്ഷേ ഈ ആക്രമണങ്ങളെയെല്ലാം വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രാലയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. റിയാദ് ഉൾപ്പെടെ, അല്ലെങ്കിൽ മറ്റ് ഖത്തർ ഉൾപ്പെടെ, UAE ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള പ്രതിരോധത്തിലൂടെ തന്നെ തങ്ങളുടെ അസാമാന്യമായിട്ടുള്ള മികവ് ഈ പ്രതിരോധ സേന വെളിപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ ദുബൈയിലും അബുദാബിയിലും ഒരു കൂട്ടം മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും വളരെ ഫലപ്രദമായി തടഞ്ഞിട്ടതായിട്ട് UAEയിലെ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തുന്നുണ്ട്. ദുബൈയിലും അബുദാബിയിലുമാണ് കാര്യമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായത്. പക്ഷേ എല്ലാം, പ്രത്യേകിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ എല്ലാം തന്നെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചു. ആർക്കെങ്കിലും പുതുതായിട്ട് പരിക്കേറ്റതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ 10 പേർക്ക് പരിക്കേറ്റതായിട്ട് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ആക്രമണത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തത് മാറ്റി നിർത്തിയാൽ പൊതുവെ അത്യാഹിതങ്ങളോ മറ്റ് ആളപായ സംഭവങ്ങളോ UAEയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള വളരെ തിരക്കിട്ട നീക്കം ഇന്നലെ തന്നെ UAE ആരംഭിച്ചിരുന്നു. അബുദാബിയിൽ നിന്നും ദുബൈയിൽ നിന്നും ഭാഗികമായ സ്വഭാവത്തിലാണെങ്കിലും, കാരണം നേരത്തെ ഇവിടെ കാത്തുകെട്ടിക്കിടക്കുന്ന യാത്രക്കാർക്ക് വേണ്ടിയാണ് മുൻഗണന നൽകിക്കൊണ്ടുള്ള സർവീസുകൾ, നിരവധി സർവീസുകൾ അബുദാബിയിൽ നിന്നും നടന്നു, ദുബൈയിൽ നിന്നും നടന്നു. അങ്ങനെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാട്ടിലേക്ക് പോകാൻ പ്രയാസപ്പെട്ടിരുന്ന അവർക്ക് ആണ് ഈ വിമാന സർവീസുകൾ ഉപകരിച്ചത്. പക്ഷെ അതേസമയം ഇന്നും അതിന്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമുണ്ട്. പക്ഷെ നിരന്തരമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി കരുതലോടുകൂടി തന്നെ നീങ്ങുക എന്നൊരു തീരുമാനത്തിലേക്ക് UAE വ്യോമയാന മന്ത്രാലയത്തെ എത്തിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില സർവീസുകൾ ഇന്ത്യയിൽ നിന്നും മറ്റും UAEയിലേക്കും ദുബൈയിലേക്കും അബുദാബിയിലേക്കും വരേണ്ടിരുന്ന വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ചില വിമാനങ്ങൾ മസ്കത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുംബൈയിലേക്ക് തന്നെ ചില വിമാനങ്ങൾ മടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളും രാവിലെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് കുറെ കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തി മാത്രമായിരിക്കും കൂടുതൽ വിമാന സർവീസുകൾ അല്ലെങ്കിൽ വിമാനത്താവളം പൂർവ്വ സ്ഥിതിയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമമായ തീരുമാനം ഉണ്ടാവും. ആക്രമണങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? വരും മണിക്കൂറുകളിലായാലും വരും ദിവസങ്ങളിലായാലും ഈ യുദ്ധം ഒന്നുകൂടി രൂക്ഷമാകും. കൂടുതൽ ആക്രമണത്തെ ചെറുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടി വരും. അങ്ങനെയാണോ മുൻകൂട്ടി കാണുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം നേരത്തെ തന്നെ ഗൾഫ് വിദേശകാര്യമന്ത്രിമാരുടെ ഓൺലൈൻ യോഗത്തിൽ അവർ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇറാന് നൽകിയിരുന്നു. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് വളരെ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അനൌദ്യോഗിക ചാനലുകൾ മുഖേനയും ഇറാൻ ഇക്കാര്യം ഗൗരവത്തിൽ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ആ അർത്ഥത്തിലുള്ളൊരു പ്രതികരണം, ആശാവഹമായിട്ടുള്ളൊരു പ്രതികരണമല്ല ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ മുതൽ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആ ആക്രമണം വ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. അരാംകോക്ക് നേരെ ആക്രമണം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഖത്തറിലെ ദ്രവീകൃത ഇന്ധന ഉൽപാദന മേഖലയിലേക്ക് ആക്രമണം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിൽ അരാംകോ റിഫൈനറിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഖത്തറിൽ ദ്രവീകൃത ഇന്ധന ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുന്നു. ഇന്നിപ്പോ അത് കുറെ കൂടി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി, പ്രത്യേകിച്ച് എംബസികളിലേക്ക്, നയതന്ത്ര കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ ഈ ആക്രമണത്തിന്
ആക്രമണത്തിന്റെ ദിശ മാറുന്നത് ഒരുപക്ഷെ അത്ര ഗുണകരമായിട്ടുള്ള ഒരു സൂചനയായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല. കാരണം ഇറാൻ എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? കാരണം ഇത്രയും അയൽ രാജ്യങ്ങൾ ഇത്രയും അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടും ഇത്രയും തീക്ഷ്ണമായ സ്വഭാവത്തിൽ വിവേചനരഹിതമായിട്ടുള്ള ഒരു ആക്രമണം ഇറാൻ തുടരുന്നത് തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അവർ തങ്ങളുടെ കഠിനമായിട്ടുള്ള ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളായാലും പ്രധാനമായി തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യമിട്ടുള്ള അറ്റാക്ക് തന്നെയാണോ? അതിനുള്ള ശ്രമങ്ങളാണോ ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും പ്രധാനമായിട്ടും സൈനിക കേന്ദ്രങ്ങളെ മാത്രമായിരിക്കും തങ്ങൾ ലക്ഷ്യമിടുക എന്ന് യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. കാരണം അമേരിക്കയുടെ ബേസുകൾ സ്വാഭാവികമായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്വഭാവത്തിൽ മാത്രമായിരിക്കും ആക്രമണം മുന്നോട്ട് പോവുക എന്നൊരു വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി മറ്റ് പല തലങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണത്തിന്റെ ദിശ മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ നയതന്ത്ര കേന്ദ്രങ്ങളിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും ഇറാൻ വിശദീകരിക്കുന്നത് അവിടെയൊക്കെ അമേരിക്കൻ സൈനിക സാന്നിധ്യം അല്ലെങ്കിൽ അമേരിക്കൻ സാന്നിധ്യമുണ്ട് എന്നതൊക്കെയാണ്. പക്ഷേ ഇതൊന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ന്യായീകരണമായിട്ട് മുഖവിലക്കെടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല. കാരണം ഇറാനുള്ള താല്പര്യം ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങളെ കൂടി തങ്ങൾക്കൊപ്പം ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവുക, അതിലൂടെയുള്ള ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ഈ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്തിരിപ്പിക്കാൻ സാധിക്കുമോ എന്ന അർത്ഥത്തിലുള്ള ഒരു നീക്കമാണോ ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അയൽ രാജ്യങ്ങളുടെ കൂടി വളരെ തിടുക്കത്തിലുള്ള എതിർപ്പ് ക്ഷണിച്ചു വരുത്തുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ GCC രാജ്യങ്ങളെ കൂടി പ്രകോപിപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായി പ്രതികരിക്കേണ്ട തരത്തിലേക്ക് ഈ GCC രാജ്യങ്ങളിലെ ഈ അറ്റാക്കിൽ നിന്നൊക്കെ അവർ മാറുന്നു എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്.